എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് PR കിട്ടിയോ അല്ലെങ്കിൽ PR-ലോട്ട് ലീഡ് ചെയ്യുന്ന വിസ വഴിയോ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണ്. ഇനി അങ്ങോട്ട് പാർട്ട് 3 പാർട്ട് 4 എന്ന് പറഞ്ഞാൽ പോകുന്നത്. കാരണം നമ്മളിത് റീൽസ് ആയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ടും വീഡിയോ എത്തും. അപ്പം ഈ വീഡിയോ കഴിഞ്ഞ തവണ എടുത്ത വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടായി. വളരെ സന്തോഷം. അപ്പോൾ തന്നെ മനസ്സിലായി ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇനി റീൽസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയണം കേട്ടോ, ഒറ്റയടിക്ക് പറയാത്തത്. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയേണ്ട, കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് വെക്കാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇൻവിറ്റേഷൻ കിട്ടണം. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാനുള്ള ഇനിഷ്യൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്. അപ്പോൾ അത് വെക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ നോക്കണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു BCom കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടൻ്റായിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലായിരിക്കാം. അപ്പം പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ, നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഏതാണോ അത് ആ ലിസ്റ്റിലുണ്ടോ നോക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഏജ് 45-ന് താഴെ ആയിരിക്കണം. ഇപ്പോൾ ഒരു 43 താഴെയുള്ളവർ സേഫാണ്. 43 കഴിഞ്ഞവരാണെങ്കിൽ ഒരു അറ്റപ്പറ്റ നിൽക്കുന്നത് അല്ലേ, അതായത് അധികം ടൈം ഇല്ല. കാരണം വിസയ്ക്ക് നമുക്കിപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടി, വിസയ്ക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് 45 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വരെയുള്ള ഏജാണ്, ഏജുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മൂന്നാമത്തെ കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് കോമ്പറ്റന്റ് ഇംഗ്ലീഷ് ഉണ്ടാവണം. കോമ്പറ്റന്റ് ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എക്സാമിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലേ. IELTS-ഓ PT എന്ന് പറയുന്ന എക്സാം ഉണ്ടോ അത് നിങ്ങൾക്ക് നോക്കാം. ഒപ്പം ഹെൽത്ത് കെയർ ബന്ധപ്പെട്ട പ്രൊഫഷൻ ചെയ്യുന്നവരാണെങ്കിൽ OET എക്സാം ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS നമുക്ക് ജനറലായിട്ട് എല്ലാവർക്കും പറ്റുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IELTS-ന് ഇൻഡിവിജ്വലി ഓരോ മോഡ്യൂളിനും 6 ഉണ്ടായിരിക്കണം സ്കോർ. ഇനി PT ആണെങ്കിൽ ഓരോ മോഡ്യൂളിനും ഇൻഡിവിജ്വലി 50 ഉണ്ടായിരിക്കണം. അപ്പം കോമ്പറ്റന്റ് ഇംഗ്ലീഷ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പം നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും വന്ന് ഓക്കെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ പ്രൊഫഷൻ ഉണ്ട്, നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ പോയി ഏജൻസിക്ക് പൈസ കൊടുത്ത് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് എക്സാം ക്ലിയർ ചെയ്ത് ഈ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് മീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇനി അടുത്ത വീഡിയോ പാർട്ട് 3 പാർട്ട് 4 നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടിന്യൂഷൻ ആണെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.